റഷ്യ യുക്രൈൻ സംഘർഷത്തിൽ റഷ്യയെ പാടെ തള്ളുന്ന രീതിയാണ് യുഎന്നും സ്വീകരിച്ചു വരുന്നത്. അമേരിക്കയുടെ കളിപ്പാവയെന്ന യുഎന്നിനുള്ള ഇരട്ടപ്പേര് ശരിവെക്കുന്ന തരത്തിലുള്ള റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. യുദ്ധം 3-ാം വർഷത്തിലേക്ക് കടക്കുന്ന സാഹചര്യത്തിൽ ഇതുവരെ 2 റഷ്യൻ മാധ്യമപ്രവർത്തകരാണ് കൊല്ലപ്പെട്ടതെന്ന യുഎന്നിൻ്റെ റിപ്പോർട്ടാണ് ഇപ്പോൾ ലോകം ചർച്ച ചെയ്യുന്നത്. യുഎന്നിനെതിരെ വൻ പ്രതിഷേധമാണ് റഷ്യൻ ജേർണലിസ്റ്റ് യൂണിയൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായത്. കഴിഞ്ഞ 2 വർഷമായി കൊല്ലപ്പെടുകയോ വിചാരണ ചെയ്യപ്പെടുകയോ ചെയ്ത റഷ്യൻ റിപ്പോർട്ടർമാരെ കുറിച്ചുള്ള വിവരങ്ങളൊന്നും യുനെസ്കോയുടെ ഏറ്റവും പുതിയ സുരക്ഷാ റിപ്പോർട്ടിൽ ഉൾപ്പെടുത്താത്തതാണ് റഷ്യൻ മാധ്യമപ്രവർത്തകരുടെ രോഷത്തിന് ഇടയാക്കിയത്. ഈ മാസം ആദ്യം യുനെസ്കോ ഡയറക്ടർ ജനറൽ ഓഡ്രി അസോല സംഘടനയുടെ പത്രപ്രവർത്തകരുടെ സുരക്ഷയും ശിക്ഷാ നടപടിയുടെ അപകടവും സംബന്ധിച്ച റിപ്പോർട്ട് അവതരിപ്പിച്ചിരുന്നു. 2022-23 വർഷങ്ങളിൽ 162 മാധ്യമപ്രവർത്തകർ, സോഷ്യൽ മീഡിയ നിർമ്മാതാക്കൾ എന്നിവർ കൊല്ലപ്പെട്ടതായി പ്രസിദ്ധീകരണത്തിൽ പറയുന്നുണ്ട്. എന്നാൽ യുക്രൈൻ സംഘർഷം രൂക്ഷമായതിനു ശേഷം 2 റഷ്യൻ മാധ്യമപ്രവർത്തകർ കൊല്ലപ്പെട്ടതായി മാത്രമാണ് റിപ്പോർട്ടിൽ പരാമർശിക്കപ്പെട്ടിട്ടുള്ളത്. ഇതാണ് റഷ്യൻ മാധ്യമപ്രവർത്തകരെ ചൊടിപ്പിച്ചിരിക്കുന്നത്. റഷ്യൻ ജേർണലിസ്റ്റ് യൂണിയൻ പറയുന്നതനുസരിച്ച് 2022-23 കാലയളവിൽ കൊല ചെയ്യപ്പെടുകയോ വിചാരണ ചെയ്യപ്പെടുകയോ ചെയ്ത റഷ്യൻ പ്രവർത്തകരെക്കുറിച്ചുള്ള ഡാറ്റ പ്രസിദ്ധീകരണത്തിൽ ഉൾപ്പെടുത്തിയിട്ടില്ല എന്നാണ് അവർ പറയുന്നത്. 2 റഷ്യൻ മാധ്യമപ്രവർത്തകർ കൊല്ലപ്പെട്ടത് റിപ്പോർട്ടിൽ രേഖപ്പെടുത്തിയെങ്കിലും മറ്റ് സംഭവങ്ങളോ റഷ്യൻ മാധ്യമപ്രവർത്തകർക്കെതിരായ വ്യാപകമായ പ്രതികൂല സാഹചര്യങ്ങളോ പരാമർശിക്കപ്പെടാത്തതും മാധ്യമപ്രവർത്തകരുടെ രോഷത്തിന് വഴിവെച്ചിട്ടുണ്ട്. റഷ്യയിലെ പത്രപ്രവർത്തകരുടെ മിസ്സിംഗ് സംഭവങ്ങളും സമ്പൂർണ്ണ വിവരങ്ങളും സമഗ്രമായി ഉൾപ്പെടുത്താൻ ഇപ്പോഴും യുഎന്നിനോട് ഇവർ ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. യുനെസ്കോയുടെ റിപ്പോർട്ടിൽ സംഘർഷങ്ങളിലെ എല്ലാ കക്ഷികളെയും ഒരുപോലെ കാണണമെന്ന് ഇവർ ആവശ്യപ്പെടുന്നുണ്ട്. യുനെസ്കോയുടെ റിപ്പോർട്ടുകളും RGUവിൻ്റെ പ്രമേയങ്ങളും പത്രപ്രവർത്തകരുടെ അന്താരാഷ്ട്ര സുരക്ഷയും പ്രവർത്തന സ്വാതന്ത്ര്യവും വർദ്ധിപ്പിക്കാനുള്ള ആഗോള ആവശ്യകതയെ ഉന്നയിക്കുന്നതാണ്. ഈ ഒരൊറ്റ സംഭവത്തിലൂടെ മാധ്യമപ്രവർത്തകരുടെ സുരക്ഷയും അവരുമായി ബന്ധപ്പെട്ട ആഗോള സംഘടനകളുടെ ഉത്തരവാദിത്വവും ശക്തമാക്കേണ്ടതിൻ്റെ ആവശ്യകതയെ ദൃഢമാക്കുന്നുണ്ട്. റഷ്യൻ ജേർണലിസ്റ്റ് യൂണിയൻ യുനെസ്കോയുടെ പത്രപ്രവർത്തകരുടെ സുരക്ഷയും ശിക്ഷാ നടപടിയുടെ അപകടവും എന്ന റിപ്പോർട്ടിനെതിരെ ശക്തമായ വിമർശനമാണ് ഉന്നയിച്ചിരിക്കുന്നത്. റിപ്പോർട്ടിൽ വസ്തുനിഷ്ഠയുടെയും നിഷ്പക്ഷതയുടെയും കുറവുണ്ടെന്ന വസ്തുത നിലനിൽക്കുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് റഷ്യൻ മാധ്യമപ്രവർത്തകരെക്കുറിച്ചുള്ള വിവരങ്ങളുടെ അഭാവം യുനെസ്കോയുടെ വിശ്വാസ്യതയെയാണ് ഇപ്പോൾ ചോദ്യം ചെയ്യുന്നത്. റഷ്യൻ പത്രപ്രവർത്തകരെ തെരഞ്ഞുപിടിച്ച് യുക്രൈൻ ഭരണകൂടം കൊലപ്പെടുത്തിയതായി RGU ചൂണ്ടിക്കാണിക്കുന്നു. മോസ്കോ നേരത്തെ സമർപ്പിച്ച റഷ്യൻ മാധ്യമപ്രവർത്തകർക്കെതിരായ ആക്രമണങ്ങളുടെ റിപ്പോർട്ടുകൾ യുനെസ്കോ അവഗണിച്ചതായും ഇപ്പോൾ ആരോപണം ഉയർന്നു വരുന്നുണ്ട്. 2022 യുക്രൈൻ സംഘർഷം പൊട്ടിപ്പുറപ്പെട്ടതിന് ശേഷം ഡ്യൂട്ടി ലൈനിൽ കുറഞ്ഞത് 30 റഷ്യൻ പത്രപ്രവർത്തകർ കൊല്ലപ്പെട്ടിട്ടുണ്ടെന്ന് ജൂൺ മാസത്തിൽ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ വ്യക്തമാക്കിയിരുന്നു. റഷ്യൻ വിദേശകാര്യ മന്ത്രാലയ വക്താവ് മരിയ സഖരോവയും റിപ്പോർട്ടിനെ അപലപിച്ച് ഇപ്പോൾ രംഗത്തെത്തിയിരുന്നു. യുനെസ്കോ മനഃപൂർവ്വം വസ്തുതകൾ വളച്ചൊടിക്കുകയാണ് ചെയ്യുന്നതെന്ന് കുറ്റപ്പെടുത്തുകയാണ് അവർ. യുനെസ്കോ റിപ്പോർട്ടിൽ ഈ വിവരങ്ങൾ സംയോജിപ്പിക്കാത്തത് റഷ്യൻ വക്താക്കൾ ശ്രദ്ധയിൽപ്പെടുത്തുന്നുണ്ട്. ആഗോള മാധ്യമ പ്രവർത്തകരുടെ സുരക്ഷയെ പ്രതിനിധീകരിക്കുന്നതിനായി തയ്യാറാക്കിയ ഒരു ഡോക്യുമെൻ്ററിയിൽ റഷ്യയെ സംബന്ധിച്ച കാര്യങ്ങൾ ചൂണ്ടിക്കാണിക്കാത്തതിൽ സാരമായ വിമർശനങ്ങളാണ് ഇപ്പോൾ ഉയർന്നു വരുന്നത്. നിഷ്പക്ഷതയും സമഗ്രതയും കാത്തുസൂക്ഷിക്കേണ്ട ഉത്തരവാദിത്വം യുനെസ്കോയെ സംബന്ധിച്ച് പ്രധാനമാണ്. എന്നാൽ രാജ്യാന്തര സംഘർഷങ്ങൾ നിലനിൽക്കുന്ന പശ്ചാത്തലത്തിൽ ഇത് എല്ലായ്പ്പോഴും സാധ്യമാകണമെന്നില്ല. അന്താരാഷ്ട്ര നയതന്ത്രർ ഇങ്ങനെയാണ് ഇതിന് മറുപടി കൊടുക്കുന്നത്. പാശ്ചാത്യ രാജ്യങ്ങൾ നിയന്ത്രിക്കുന്ന മാനദണ്ഡങ്ങൾ റഷ്യയെ പാടെ അവഗണിക്കുന്ന ഒരു കാഴ്ചയാണ് ഈ ഒരു സംഭവത്തോടെ വെളിവായിരിക്കുന്നത്. റഷ്യയിലെ മാധ്യമപ്രവർത്തകരെ കാണാതായതോ അതോ കൊല്ലപ്പെട്ടതോ ആണെന്നുള്ള ഒരു വിവരവും യുഎന്നിൻ്റെ റിപ്പോർട്ടിൽ ഉൾക്കൊള്ളിക്കാത്തതാണ് ഇപ്പോൾ ചർച്ചാ വിഷയമായി നടന്നുകൊണ്ടിരിക്കുന്നത്. യുഎന്നിൻ്റെ പിടിപ്പുകേടാണ് ഈ ഒരു സംഭവത്തോടെ വെളിവായിരിക്കുന്നത്. മുതലാളിത്ത രാജ്യങ്ങളുടെ താൽപ്പര്യങ്ങൾക്ക് മുന്നിൽ മനുഷ്യ ജീവനുകൾക്ക് പോലും UN ഇവിടെ വില കൽപ്പിക്കുന്നില്ല എന്ന് തെളിയുന്നു. രാജ്യാന്തര നിയമങ്ങൾ എല്ലാ രാജ്യങ്ങൾക്കും ഒരുപോലെയാണെന്നിരിക്കെ റഷ്യയ്ക്ക് മാത്രം വേറൊരു നിയമം എന്ന രീതിയിലാണ് യുഎന്നിൻ്റെ പ്രതികരണം. അമേരിക്കയുടെ കാവലാളായി UN നടത്തുന്ന ഈ പ്രതികരണത്തെ വ്ളാഡിമിർ പുടിൻ സസൂക്ഷ്മം നിരീക്ഷിക്കുകയാണ്.
ഇതിന് തിരിച്ചടി പുടിൻ നൽകുമെന്നാണ് പല വൃത്തങ്ങളും സൂചിപ്പിക്കുന്നത്.